1962 ശ്രീ പി എ കൃഷ്ണപ്പനാൽ സ്ഥാപിതമായ ശ്രീകൃഷ്ണ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് സിൽവർ ആംഗ്ലറ്റുകളാണ്. സാധാരണഗതിയിൽ നമ്മൾ നോർമലി ഉള്ള കുറേ ആംഗ്ലറ്റുകൾ പല തവണയായിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇതങ്ങനെയല്ല. ഇത് റോഡിയം കോട്ടഡ് ആയിട്ടുള്ള ആംഗ്ലറ്റുകളുണ്ട്, റോസ് ഗോൾഡിന്റെ ആംഗ്ലറ്റുകളുണ്ട്. ഫാൻസിയാണ്. ഇത് കൂടാതെ ഇത് ഡെയിലി വെയറബിൾ ആയിട്ടുള്ളത് കൊണ്ട് ഒക്കേഷനലി ഫംഗ്ഷനുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മോഡലുകളും ഉണ്ട്. നിങ്ങളിതിൻ്റെ കുറച്ച് വെറൈറ്റികൾ കണ്ടു നോക്കൂ. നല്ല ഭംഗിയുള്ള മോഡലുകളാണ്. ഇത് വളരെ നൈസായിട്ടുള്ള റോഡിയം കോട്ട് ചെയ്തിട്ടുള്ള ആംഗ്ലറ്റുകളാണ്. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു 2 ഗ്രാം തൊട്ട് 3 ഗ്രാം അത്രയൊക്കെ ഉള്ളൂ. ഇത് വളരെ ഇപ്പോഴത്തെ വെള്ളി വിലയുടെ ഹൈക്ക് അനുസരിച്ചിട്ട് നമുക്ക് കാലിൽ നല്ല സ്റ്റൈലായിട്ടുള്ള ഒരു പാദസരം ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് റോഡിയം കോട്ടഡ് ആയതുകൊണ്ട് തന്നെ ഇത് ഫെയ്ഡ് ആകുന്നത് വളരെ കുറവാണ്. ഓക്സിഡേഷൻ കുറഞ്ഞ് ഇരിക്കുന്ന രീതിയിലുള്ളതാണ്. എപ്പോഴും ഇതുപോലെ തന്നെ തിളങ്ങി നിൽക്കുകയും ചെയ്യും. ഇത് റോഡിയം കോട്ടിങ്ങുള്ള ആംഗ്ലറ്റുകളാണ്. ഇത് കുറച്ചുകൂടി വെയിറ്റ് ഉള്ളതാണ്. അതായത് 4 ഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്ത് 5.5 ഗ്രാം വരെയൊക്കെ നിൽക്കുന്ന റോഡിയം കോട്ടനാണ്. നല്ല ഫിനിഷിംഗ് ഉണ്ട് ഇതിൽ. ഈ 2-3 പാദസരങ്ങൾ എന്ന് പറയുന്നത് നല്ല കട്ടിംഗ് പോളിഷും നല്ല തിളക്കമുള്ള മോഡലുകളാണ്. ഇതിനും ഉണ്ട് അത്. അപ്പോൾ ഇത് വേറൊരു കാറ്റഗറി ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിനാണെന്നുണ്ടെങ്കിലും നമുക്ക് നല്ല കാലിൽ അണിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. ഇതുകൂടാതെ വേറെയും 1-2 വെറൈറ്റികളുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് റോഡിയം കോട്ടിങ്ങിൻ്റെ തന്നെ വേറൊരു മോഡലാണ്. ഇതിൽ ലേസർ കട്ടിങ്ങോടുകൂടി ചെയ്തിട്ട് റോഡിയം കോട്ട് ചെയ്തിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിന് നല്ല തിളക്കമുണ്ട്, നല്ല ഭംഗിയാണ് ഇത് കാണാൻ. നല്ല ഫാസ്റ്റ് മൂവ്മെൻ്റ് ആണ്. ഇത് കൊണ്ടുവന്നിട്ട് തന്നെ ഇപ്പോൾ 2 പീസേ ഉള്ളൂ. ഇതാകുമ്പോഴത്തേക്കും ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 6 ഗ്രാം 7 ഗ്രാം ആ റേഞ്ചിലാണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതും റോഡിയം കോട്ടിങ്ങിൽ തന്നെയുള്ള വേറൊരു 2 മോഡലുകളാണ്. ഇതിൽ ഒരെണ്ണത്തിലാണെന്നുണ്ടെങ്കിൽ ഈബിൾസൈ ഉണ്ട്. ഈബിൾസൈ ഉള്ളത് പൊതുവേ കാണാറില്ല. ഇപ്പോൾ കണ്ടതുകൊണ്ട് ഞാനൊരു വെറൈറ്റി കണ്ടതുകൊണ്ട് എടുത്തതാണ്. പിന്നെ ഇതാകുമ്പോഴത്തേക്ക് നൈസ് ചെയിനിൽ 2 മുത്തുകളൊക്കെ ഇട്ട് കുറച്ചുകൂടി ഭംഗിയാക്കി ഇട്ടിട്ട് ഇതും ഏകദേശം 5.5 ഗ്രാം 6 ഗ്രാം റേഞ്ചിലുള്ള മോഡലുകളാണ്. ഇത് വെയിറ്റ് കൂടിയ 2 മോഡലാണ്. ഇതിന് വെയിറ്റ് കൂടിയെന്ന് പറഞ്ഞാൽ 10 ഗ്രാമേ ഉള്ളൂ കേട്ടോ, 10-11 ഗ്രാമേ ഉള്ളൂ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരെണ്ണം ഓക്സൈഡാണ്, ഓക്സിഡേഷൻ കളറുള്ള പാദസരമാണ്. ഒരെണ്ണം നോർമൽ സിൽവർ കളറുമാണ്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ 2-3 മുത്തുകൾ ഇങ്ങനെ ഓടി നടക്കും. കണ്ടോ, ഇതിലൊരു ഡിസൈനുള്ള കല്ലും ഇതുമൊക്കെ വെച്ചിട്ട് അത് ഓടി നടക്കുന്നുണ്ട്. ഇതിലാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റാർ, 2 മുത്ത്. ഇതൊരു വെറൈറ്റിയാണ്, അതുകൊണ്ട് നമ്മൾ എടുത്താണിത്. കൊള്ളാം. ഇത് 5 പീസോളം നമ്മൾ എടുത്തിരുന്നു. അതിൽ 3 പോയി, ഇനിയിപ്പോൾ 2 വെച്ചുള്ളൂ. ഇത് റോസ് ഗോൾഡ് കോട്ടഡ് ആണ്. നമ്മൾ ഇതിനു മുമ്പ് പല റീൽസിലും ഇതിൻ്റെ പല മോഡലുകൾ കാണിച്ചിട്ടുണ്ട്. ഇതാണെന്നുണ്ടെങ്കിൽ നല്ല ഫാൻസി ഐറ്റമാണ്. അതായത് ഇതിൻ്റെ ചെയിനുകൾ നല്ല പോളിഷ്ഡ് ആയിട്ട് നല്ല കട്ട് ചെയ്ത് നല്ല ഭംഗിയായിട്ടാണ് നിൽക്കുന്നത്. കൂടാതെ ഇതിലുള്ള വർക്കുകൾ സ്റ്റോണുള്ള വർക്കുകളാണിത്. ഇതിന് ഏകദേശം 7 ഗ്രാം 8 ഗ്രാം റേഞ്ചിലാണ് ഇതിൻ്റെ തൂക്കം വരുന്നത്. നല്ല വെറൈറ്റി മോഡലുകളാണിത്. ഇതിൻ്റെ ബാക്കിയുള്ള വെറൈറ്റി കുറേ ഉണ്ടായിരുന്നു, തീരാറായി. ഇത് വളരെ വെയിറ്റ് കുറഞ്ഞ് ഫാൻസി ആയിട്ടുള്ള റോസ് ഗോൾഡ് ഐറ്റംസ് ആണ്. ഇതിൽ മുത്ത് ഒരു 4 മുത്ത് വീതം ഇട്ടിട്ട് ഒരു ബീഡ്സ് ഡിസൈനിലുള്ള മോഡലാണ്. നല്ല ഭംഗിയാണ്, വിലയും കുറവാണ്. വെറൈറ്റി മോഡലാണ്, 3 ലെയറുള്ള മോഡലാണ്. അതായത് ഇതിൻ്റെ 2 ലെയറിന് റോസ് ഗോൾഡിൻ്റെ കളറും ഒരെണ്ണം സിൽവർ കളറുമാണ്. നല്ല ഭംഗിയുള്ള മോഡലാണ്, വെയിറ്റ്ലെസ് ആണ്. അതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. ഇത് മൊത്തത്തിൽ 4 ഗ്രാമേ വെയിറ്റ് വരുന്നുള്ളൂ. ഇത് റോസ് ഗോൾഡിൻ്റെ ആംഗ്ലറ്റ് തന്നെയാണ്. ഇതിൽ ലേസർ കട്ടിങ് ഉള്ളത് കൊണ്ട് തന്നെ നല്ല തിളക്കമുണ്ട് ഇതിന്. ഇത് കൂടാതെ വെയിറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 4.5 ആ തൂക്കേ വരുള്ളൂ. 4-4.5 ഗ്രാം ആ റേഞ്ചിലുള്ള പാദസരങ്ങളാണ്. നല്ല ഭംഗിയുള്ള പാദസരങ്ങളാണ്. ഇത് റോസ് ഗോൾഡിൻ്റെ പാദസരങ്ങൾ തന്നെയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആണ്. ഇതൊരു 1.800 ആ റേഞ്ചിലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഒരു 3 ഗ്രാം വരെ അത്രയൊക്കെ ഉള്ളൂ. പക്ഷെ നല്ല ഫിനിഷിംഗ് ആണ്, നല്ല ഭംഗിയാണ്. ഇത് കാലിട്ട് കഴിഞ്ഞാൽ ഒരു ഗോൾഡിൻ്റെ പാദസരം ഇടുന്ന സകല ഫീലും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് ഫാസ്റ്റ് മൂവ്മെൻ്റ് ആണ്. ഇത് വളരെ കുറച്ചേ ഉള്ളൂ. ഇപ്പോൾ തീരാറായി. നെക്സ്റ്റിലോട്ട് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്, ഉടനെ എത്തുന്നതുമാണ്. സ്വർണ്ണം ഒരു നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് എല്ലാവരും കരുതിയിരിക്കുന്ന സമയമാണ്. സ്വർണത്തിൻ്റെ വിലയാണെങ്കിൽ കുതിച്ചു വരുന്നു.
പക്ഷേ എനിക്കിതിനേക്കാളും ഇഷ്ടപ്പെട്ട ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് സിൽവർ മാറുവാണ്. കാരണം ഈ കട റിനോവേറ്റ് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ ജനുവരിയിലാണ്. ആ സമയത്ത് 1 ഗ്രാം സിൽവറിന് ഏകദേശം 90 രൂപ ഉണ്ടായിരുന്നത് ഇന്നത്തെ ദിവസം 395 രൂപയായിട്ട് മാറിയിട്ടുണ്ട്. സാധാരണഗതിയിൽ ഗോൾഡ് ജ്വല്ലറി വാങ്ങിച്ചതിനേക്കാളും പ്രോഫിറ്റബിളായി സിൽവർ മാറിയിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ള രീതിയിലും നിങ്ങൾക്ക് സിൽവർ വേണമെങ്കിൽ ഞങ്ങളെ സമീപിക്കാവുന്നതാണ്. 1 കിലോയുടെ വരെ ബാറുകൾ നമുക്ക് ചെയ്തു തരാവുന്നതാണ്. നിങ്ങൾ എമൗണ്ട് തന്ന് റേറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവൈലബിലിറ്റി 1-1.5 ആഴ്ച സമയമെടുക്കും നിങ്ങൾക്ക് ഫിസിക്കൽ സ്റ്റോക്ക് തരാനായിട്ട്. അങ്ങനെ നമുക്ക് സിൽവർ ബാറുകളാണെങ്കിലും നിങ്ങൾക്ക് നമ്മൾ എത്തിച്ച് തരുന്നതാണ്. എൻ്റെ ഇതുവരെയുള്ള വീഡിയോകൾക്ക് നിങ്ങൾ കമൻറ്റുകൾ വളരെ കുറച്ച് ഇട്ടിട്ടുള്ളൂ. എന്താണെങ്കിലും നിങ്ങൾ കമൻറ്റുകൾ പറയൂ, എന്നാലാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി എത്തുന്നവരെ ബൈ ബൈ.